കളയാറുണ്ടോ നിങ്ങൾ? എന്നാൽ ഇതൊന്ന് കാര്യമായിട്ട് കേട്ടോളൂ. ഉറക്കക്കുറവുള്ള ആളുകളിൽ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർ കൂടുതലായിട്ട് കാണിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കൂടാനും ഈ ഉറക്കക്കുറവ് കാരണമാകുന്നു. അതിന്റെ ഭാഗമായിട്ട് അലർജിയുടെ കെമിക്കൽസ് ആയിട്ടുള്ള ഹിസ്റ്റമിൻ ഒക്കെ കൂടുതലായിട്ട് ബോഡിയിൽ ഉണ്ടാവുകയും കൂടുതലായിട്ട് അലർജി ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഓൾറെഡി മൂക്കിന് മൂക്കടപ്പും അതുപോലെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് കൂടാനും സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാവുമ്പോൾ മൂക്കിനകത്തുള്ള രക്തക്കുഴലുകൾ കൂടുതലായിട്ട് വികസിക്കുകയും മൂക്കിനകത്തുള്ള എന്താണോ ബുദ്ധിമുട്ട്, അതായത് മൂക്കടപ്പ് കൂടാനും കൂടുതലായിട്ട് സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവാനും ശ്വാസം ഉണ്ടാവാൻ പോലും അത് കാരണമാകുന്നു. ഈ ഉറക്കക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഞരമ്പുകളൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പുറത്തു നിന്ന് വരുന്ന പൊടിപടലങ്ങൾ, മൃഗങ്ങളുടെ രോമങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു അലർജൻസ് വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ ശക്തമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലർജിയുടെ എല്ലാ സിംറ്റംസും കൂടുതലായിട്ട് കാണിക്കുന്നു. ഉറക്കക്കുറവുള്ള ആളുകളിൽ സ്ട്രെസ് കൂടാനും സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്താലും നല്ല രീതിയിൽ ഉറക്കം ലഭിച്ചിട്ടില്ല എങ്കിൽ അലർജിയുടെ മെഡിസിൻസിന്റെ ആക്ഷൻസ് പോലും നല്ല രീതിയിൽ നമുക്ക് കിട്ടാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ എന്തായാലും ഉറങ്ങിയിരിക്കണം. ഉറങ്ങുന്നതിന് മുന്നേ തന്നെ സ്ക്രീൻ ടൈം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കിടക്കുന്ന റൂം അലർജി ഫ്രീ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. എയർ പ്യൂരിഫയർ റൂമിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. AC-യുടെ ഫിൽറ്റർ ഒക്കെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉറങ്ങുന്നതിന് മുന്നേ കോഫി, ചായ ഒക്കെ കുടിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അലർജിയുടെ മെഡിസിൻസ് പ്രോപ്പർ ടൈമിൽ എടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ മൂക്കടപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ആവി പിടിക്കുക. മൂക്കടപ്പ് കൂടുതലാണെങ്കിൽ തലഭാഗം ഉയർത്തി വെക്കാൻ 2 തലയണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തലഭാഗം ഉയർത്തി വെക്കാനൊക്കെ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് മൂക്കടപ്പ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മേല് കഴുകുക. തലകുളി കഴിയുന്നത് ഒഴിവാക്കിയിട്ട് മേല് കുളിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ ഉറക്കം കിട്ടും. അലർജി ഉള്ള ആളുകൾക്ക് പ്രോപ്പർ ആയിട്ട് ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അലർജിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഉറങ്ങാൻ ലേറ്റ് ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യൂ.